ഒരു വലിയ അപ്ഡേറ്റ് ഉണ്ട്. ഇന്ന് ഡേറ്റ് വന്നത് 26/8/25. ഇന്ന് സൈറ്റിന് പോയപ്പോൾ സൈറ്റിൽ ഇലക്ട്രീഷ്യൻ വരാത്തുണ്ട്. ഇന്ന് വർക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും വിഷ്ണു ചേട്ടനും കൂടെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തിരിച്ച് വീട്ടിൽ വരാൻ രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോഴേക്കും എനിക്ക് മറ്റേ സൂരജേട്ടൻ്റെ ഒരു കോൺടാക്റ്റിൽ ഒരാളെ കിട്ടിയല്ല, അരവിന്ദ്. ആ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇന്ന് ഫ്രീ ആണോ? ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഫ്രീ ആണോ? ഇന്നൊരു ഷൂട്ടുണ്ട്, സ്ക്രിപ്റ്റ് അയച്ചു തന്നു. രാമേന്ദ്രൻ്റെ എന്തോ സ്ക്രിപ്റ്റാണ്. എനിക്ക് അറിയാമല്ലോ, ഈ ഒരു ഒന്ന് എക്സൈറ്റ്മെൻറ്റ് കാണിക്കണം. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടുമ്പോഴുള്ള കുഴപ്പമറിയാമല്ല, പതറും. അതുകൊണ്ടുള്ള ടെൻഷൻ സ്റ്റില്ലുണ്ട്. മണി ഇപ്പം ഇല്ല, അതൊക്കെ പറയട്ടെ, മണി ഇപ്പം 12 ഇന്നാണ് ആ ദിവസം. ഇന്നാണ് ഞാൻ പറഞ്ഞ സംഭവമെല്ലാം നടന്നത്. ഇന്ന് 2:30 MOT പോകാൻ പറഞ്ഞു. മുണ്ട്, ഷർട്ട് 2-3 കുറച്ചെടുക്കണം, തുണിയൊക്കെ കൊണ്ട് എടുക്കണം. ഇതിലില്ല, 10 മിനിറ്റിൽ അതെല്ലാം ഒന്നും ഇല്ല. കാരണം എൻ്റെ ഷർട്ട് എൻ്റെ ക്യാഷ്വൽസ് ഒന്നുമില്ല, ഫോർമൽസ് അല്ലേ ഉള്ളൂ, എയർപോർട്ടിലേക്ക് വാങ്ങിച്ചത്. അപ്പോൾ അതൊത്തി ടാസ്ക് ആവും തോന്നുന്നു, നോക്കാം. പിന്നെ പിമ്പിൾസ് ഉണ്ടോ, കട്ടയ്ക്ക് പിമ്പിൾ. 1 2 3 സുത്തം, അങ്ങനെ അത് കടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇന്നും കുഴപ്പമില്ല. ബ്രോന് പ്രസൻറ്റേഷൻ പാട് തന്നെ കേട്ടാ. കാര്യം ഒരു സംഭവം തന്നെ നമുക്ക് പല രീതി പറയാം. ഓക്കെ, അതാണ് വള്ളി. ഒരു ഡയലോഗ് എഴുതി തന്നെ എനിക്ക് കുറച്ച് അത് ഞാൻ തന്നെ മിററിൻ്റെ മുന്നിൽ പറഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് തന്നെ ഞാൻ തന്നെ ഒന്ന് ടോൺ മാറ്റിയെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ വേറെ രീതി. ഇപ്പോൾ സിനിമയിൽ ഡയലോഗ് ഡെലിവറി ചില്ലറല്ല, ഡയലോഗ് ഡെലിവറി മെയിൻ സംഭവമാണ്. അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഡയലോഗ് ഉണ്ടല്ലോ അവരുടെ, അത് വായിച്ചാൽ പോരെ. ദാറ്റ്സ് നോട്ട് ദ തിങ് മാൻ, ദാറ്റ്സ് നോട്ട് ദ തിങ്. പറയുന്ന രീതി ഇപ്പോൾ ഒരു സംഭവം സെൻറ്റൻസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കയറ്റി ഇറക്കിയും പറയാം, അല്ലെങ്കിൽ താഴെ നിന്ന് ഇങ്ങനെ കയറ്റി പറയാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി പറയാം, അല്ലെങ്കിൽ കയറ്റി ഇറക്കി ഇങ്ങനെ പറയാം. പല രീതിയിൽ പറയാമല്ലോ. അതാണ് ഡയലോഗ് ഡെലിവറി കേട്ടോ. ഇന്ന് 2:30 എന്താവെന്ന് പറഞ്ഞുകൂടാ. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലെറ്റ്സ് സീ, ലെറ്റ്സ് ഗോ ഫേസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നോക്കി എങ്ങനെയാണെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നണില്ല. രാമചന്ദ്രൻ്റെ എന്തോ ആണ് ഓണത്തിന് ഫസ്റ്റ് സീൻ എങ്ങനെയാണ്? ഫസ്റ്റ് സീൻ ടെൻഷൻ അടിച്ചിരിക്കണം. ടെൻഷൻ അടിച്ചിട്ട് ഓണം ഓടി എത്താറായി, പൂക്കളം. എനിക്ക് അറിഞ്ഞൂടെ ടെൻഷൻ അടിക്കുന്ന സീനൊക്കെ എങ്ങനെ അഭിനയിക്കണേ, എങ്ങനെ അഭിനയിക്കണം? ഓണം ഓടി എത്താറായി, പൂക്കളം വേണം, ഇങ്ങനെ ആക്കാം അല്ലേ, ഇങ്ങനെ ആക്കാം. പൂക്കളം വേണം, ഇങ്ങനെ ഇതൊക്കെ ആക്കാം അല്ലേ. കുട്ടികൾക്ക് ഡ്രസ്സ് വേണം, സമ്മാനങ്ങൾ വേണം. കത്തിക്ക് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയും, ഇതെന്തൊരു കോമാളിത്തനോ എന്ന് ചോദിച്ചാൽ സെഞ്ചിട്ടോ നല്ല ഹൈപ്പറായിട്ടിരിക്കുകയാണ്. ഐ നോ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെയാണ്. എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോയി നോക്കിയിട്ട് ഫസ്റ്റ് പിന്നെ ഉള്ളത് ആൾക്കാരുണ്ട് അവിടെ. ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ് ഓഫ് ഓൾ അല്ല, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ല, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൾക്കാർ ഇടവെച്ചോണ്ട് സംസാരിക്കും ഇങ്ങനെ, പൂക്കലും ടെൻഷൻ അടിക്കണത്. രാമേന്ദ്രൻ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ ചെറുക്കമുണ്ടല്ലോ രാമേന്ദ്രൻ, അവൻ ഉണ്ടല്ലോ, വിഷയം ഒന്നും ടെൻഷൻ അടിക്കണ്ട ആ രീതിയിൽ ആൾക്കാർ ഇടവെച്ച് സംസാരിക്കണം. ക്യാമറ ഒന്നായിരിക്കില്ല, ഫോണിലായിരുന്നാൽ മതി. ക്യാമറ കാണുമ്പോൾ ഭയങ്കര ആൾക്കാർ ശ്രദ്ധിക്കും. ക്യാമറ ഒന്നും ആയിരിക്കില്ല, ഫോണും കാണും, ഒരു മൈക്കും കാണും, ഐഫോണും എല്ലാം ആയിരിക്കണം. അതിന് തന്നെ അങ്ങനെ. പിന്നെ വേറെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ കൂടെ തന്നെ ജീൻസ് എടുക്കാൻ പറഞ്ഞു, മുണ്ടും 3 ഷർട്ടും എടുക്കാൻ പറഞ്ഞു, ജീൻസും 2 ഷർട്ട് ഒക്കെ എടുക്കാൻ പറഞ്ഞു. കാരണം ഷൂ മറ്റേ എടുക്കാം, ബ്ലാക്ക് ലോഫറല്ല, മറ്റേ ബ്ലാക്ക് ഷൂ എടുക്കാം. കാര്യം മുണ്ടിൻ്റെ കൂടെ അങ്ങ് ചേരണം. അപ്പോൾ അതിന് വേണ്ടി 2 വേണമല്ലോ. ഷൂവിന് എടുക്കാം, ഷൂ എടുക്കുമ്പോൾ കുഴപ്പമില്ല, വലിയ വള്ളി കാണില്ല. അപ്പോൾ ഇത്ര തന്നെ. ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. മീശ വലിയ വിഷയമില്ലല്ലേ, വള്ളിയില്ല. അപ്പോൾ താങ്ക്സ് ടു ദ യൂണിവേഴ്സ്. ഓക്കെ, യൂണിവേഴ്സ് താങ്ക് യു. കാര്യം നടന്നുകൊണ്ടല്ല, ഇന്നലെ വൈകുന്നേരം കമലും അഭിനവും മാലയിടാൻ പോകണം നന്നായിട്ട്, മലയ്ക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എന്നെ രാത്രി കമൽ വിളിച്ച് ജിമ്മിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഇറങ്ങി മാല ഇടാൻ പോകണം,
വീട്ടിൽ പോയിട്ട് വിളിക്കാൻ പറഞ്ഞു. കിടത്തിയിട്ട് ഞങ്ങൾക്ക് പാൻറ്റൊന്നും ഇടാനില്ല, നല്ല ഡ്രസ്സ് ഇടണ്ടേ, പാൻറ്റൊന്നും ഇല്ല ഇടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മുണ്ട് കോവിലിൽ പോകണം മുണ്ടുണ്ട്, അവിടെ തേച്ച് വയ്ക്കാൻ പറഞ്ഞു അമ്മ എടുത്ത്. അവിടെ തേച്ച് വെച്ചിട്ട് പാവം വിളിച്ചവരുടെ ഇന്ന് ഇടാൻ പറ്റും തോന്നുന്നില്ല, എന്ന് അഭിനവില്ല, നാളെ ഇടാൻ പറ്റും, നാളെ ഇന്നായിരിക്കും എനിക്ക് ഇടാൻ പോണത്. മുണ്ടില്ലടാ, മുണ്ട് അല്ല മുണ്ടല്ല, അപ്പോൾ ഇന്ന് ഇടണില്ലടാന്ന്. അപ്പോൾ ഞാൻ തേച്ച് വെച്ച മുണ്ട് വെറുതെ ആയില്ലേ, വെറുതെ ആയില്ല, ഇന്ന് ഉപയോഗിക്കാം, ഇന്ന് അതിന് വേണ്ടിയാണ് വന്നത്. ആ മെയിൻ സംഭവം ആലോചിച്ചോക്കടാ, ഇന്ന് വർക്കില്ല. ഇന്ന് ഇലക്ട്രീഷ്യൻ വരും എന്ന് പറഞ്ഞാണ്, ഇന്നലെ വന്നില്ല. ഓക്കെ, അപ്പം ഓഫീസിൽ വിളിക്കും, ഇന്നലെ ടാസ്ക് ആയിരുന്നു, ഇന്ന് വന്നേ പറ്റൂ, പക്ഷെ ഇന്ന് വന്നില്ല അങ്ങേര്. താങ്ക് യു. നീ പോയി നോക്ക്, നീ ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ അടിക്കും, ഇല്ലെന്ന് പറയാൻ ഞാൻ അണ്ണനൊന്നുമല്ല, ടെൻഷൻ അടിക്കും, വിഷയമില്ല, ഒരു എക്സ്പോഷർ കിട്ടും. ഓക്കെ, ഹൗ തിങ്സ് ആർ വർക്കിംഗ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. വെട്ടുകാരാ വീഡിയോ വന്നില്ലയോ, ചിലപ്പോൾ അവിടുത്തെ ആളെൻ്റെ മുഖത്തൊക്കെ പറയും, എന്തിനാ കൊള്ളൂലല്ലോ വൃത്തികെട്ട് പറഞ്ഞാലും ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഒത്തിക്കിട്ടിട്ട് പോയി ചെയ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മാൻ. ഓക്കെ, അത്ര ഇന്ന് ഡേറ്റ് 26/8/25.